എടി അഞ്ചു, ആ പൊട്ടന്റെ തലക്കിട്ട് നന്നായിട്ട് തട്ടും. എന്നാലെങ്കിലും മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒന്ന് മനസ്സിലാവട്ടെ. ആട്ടുപോത്ത്. ഇത്രയും നല്ലൊരു കാഴ്ച സുഹാസിനി മേഡം അവരുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ അടുത്ത ക്ഷണം തന്നെ അവരുടെ കണ്ണടഞ്ഞു പോയേനെ. ആ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ആ എല്ലാവരുടെയും മുമ്പിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നടന്നവരാ. അങ്ങനെ നടന്ന് നിങ്ങളുടെ സീക്രട്ട് എല്ലാവരും കണ്ടുപിടിക്കാൻ പോകുക. ആ സമയത്ത് ഇനി ആർക്കൊക്കെയാണോ ഹാർട്ട് അറ്റാക്ക് വന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത്? നിങ്ങൾക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലല്ലോ എന്ന് തോന്നുമ്പോഴാ എനിക്ക് സങ്കടം വരുന്നത്. നിങ്ങൾക്ക് ഞാൻ എത്ര സിഗ്നലാ തന്നത്? ഒരിക്കൽ പറയും നീ എന്നെ ഇത്രയും കെയർ ചെയ്യേണ്ട കാര്യമുണ്ടോന്ന്, പിന്നെ പറയും എന്നെ ചുമ്മാ ഉപദ്രവിക്കരുത്, വേഗം പൊക്കോന്ന്. ഞാൻ കാണിച്ചു തരാം. എന്ത് തന്നെ സംഭവിച്ചാലും ശരി, എന്റെ മനസ്സിൽ എന്താണെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ ഞാൻ തുറന്നു പറയും. അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അതോടെ വിട്ടേക്കാം. മതി, നിർത്ത്. അയ്യോ, ഞാൻ ഇതുവരെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഈ വർഷത്തേക്ക് ഇത് മതി. എനിക്ക് മതി. എന്നാ എനിക്കും മതി. അതെ എനിക്കും മതി. ശരി, ഇനി കൈ തന്നേക്ക്. വിളിച്ചോ. ഇനി എല്ലാവരും ബനിയനം നയിച്ച് മേല് മുഴുവൻ തേക്കണം. നോ അതൊന്നും പറ്റില്ല. ഇത്രയും സമ്മതിച്ച തന്നെ വലിയ കാര്യം. ഈ വർഷത്തേക്ക് ഇതൊക്കെ മതി. മതി, ഈ വർഷത്തേക്ക് മതി. ഇനി വരാൻ പോകുന്ന വർഷത്തില് ഒരു വലിയ ഡ്രമ്മിൽ എണ്ണ എടുത്ത് എന്റെ തലയിലേക്ക് ഒഴിച്ചോ. ഞാൻ വേണമെങ്കിൽ എണ്ണ ടാങ്കറിൽ മുങ്ങിക്കിടന്നോളാം. എണ്ണക്കുളത്തിൽ കുളിക്കാനും ഞാൻ റെഡിയാ. എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കോ. എസ്കേപ്പ് ആവാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടിരിക്കുക അല്ലേ? അത് പറ്റില്ല. കഴിഞ്ഞ കൊല്ലത്തെ പോലെ ആരും രക്ഷപ്പെടില്ല. അപ്പൊ തുടങ്ങിയാലോ? ആരും പോരുത്, ഇവിടെ ഉണ്ടാവണം. അഞ്ജു, ഇതൊന്നും നീ ചെയ്താൽ ശരിയാവില്ല. ഇങ്ങ് തന്നെ, ഞാൻ ചെയ്തോളാം. നീ മാറി. അളിയാ, ആചാരങ്ങളൊക്കെ എത്ര നന്നായിട്ട് എഴുതി വെച്ചേക്കണല്ലേ. എന്തായാലും ക്ലൈമാക്സിൽ സമാധാനം ഉണ്ടാവല്ലോ. അത് തന്നെ ധാരാളം. അയ്യോ അളിയ, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. നമുക്കിന്ന് സമാധാനിക്കാൻ പോയിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. മതി, അളിയനും ഒരുപാട് സ്നേഹിക്കണ്ട. ഞങ്ങളാരും നിങ്ങളുടെ തലയിൽ അത്രയ്ക്ക് അങ്ങ് എണ്ണയൊന്നും തേച്ചിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ ആചാരപ്രകാരം നിങ്ങളുടെ തലയിൽ ഒട്ടും എണ്ണ തേച്ചിട്ടില്ല. അതുകൊണ്ട് മിണ്ടാതിരുന്നോ. ഏട്ടത്തി, അപ്പൊ നമുക്ക് മംഗളാരതി തുടങ്ങിയാലോ?
ചേട്ടാ, നീ ദൂരെയായിരുന്നപ്പോ എന്തൊക്കെയോ ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷെ നീ ഇപ്പൊ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നു. ഇതെന്താ സുഹാസിനി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതെന്തിനാ ഇങ്ങനെ ഉറക്കെ സംസാരിക്കുന്നത്? കുറച്ച് സമാധാനമായിട്ട് സംസാരിച്ചൂടെ അമ്മയ്ക്ക്? ആദ്യം ചോദ്യം ചോദിച്ചത് ഞാനാ. അതിന് ഉത്തരം തരുന്നതിന് പകരം എന്നോട് തന്നെ തിരിച്ചു ചോദിക്കുവാണോ? ഇത്രയും നാളും ഈ വീടിന്റെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി ആലോചിക്കാന്നല്ലേ നീ പറഞ്ഞേ? ഇന്നിപ്പോ നിനക്ക് നീ തന്നെയാണോ പ്രശ്നം? അല്ല, എപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണോ? കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ നിനക്ക്? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഞാനിവിടെ ഇരിക്കുന്നതിന് അമ്മയ്ക്ക് എന്താ പ്രശ്നം? ഓ, എന്തൊരു കഷ്ടായത്. ഇന്ന് ചതുർത്ഥിയാണ്, അതുപോലും ഓർമ്മയില്ലേ നിനക്ക്? ആദ്യം ഇവിടെ എണീക്ക്, എന്നിട്ട് പോയി കുളിച്ച് റെഡിയായി വാ. ചതുർത്ഥിയാണെന്ന് അറിയില്ലേന്ന് എന്നോടാണോ ചോദിക്കുന്നേ? അല്ല, ഇന്ന് ചതുർത്ഥിയാണെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നല്ലോ. പിന്നെ എന്തിനാ എന്റെ മക്കളെ ഇവിടുന്ന് പുറത്തേക്ക് വിട്ടത്? ഇപ്പൊ കണ്ടില്ലേ, ഈ വീട്ടിൽ ഒരു മനുഷ്യനുമില്ല. ഇനി ആഘോഷത്തിന്റെ കുറവേ ഉള്ളൂ. ഓഹോ, വീട്ടില് കുട്ടികളില്ല എന്നുള്ളതാണോ? അതല്ല, ഇവിടെ മക്കള് തന്നെ വേണമെന്നുണ്ടോ? ഞാനും നിന്റെ ഭർത്താവും പിന്നെ നിന്റെ ആളുകളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ ഉണ്ടല്ലോ. ആ, വീട്ടിൽ ആൾക്കാരൊന്നും ഇല്ലാന്ന് വെച്ച് ദൈവത്തിന് പൂജ ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ദേ നോക്കമ്മേ, എനിക്ക് പൂജയിലും പ്രാർത്ഥനയിലും ഒന്നും അമിതമായ വിശ്വാസം ഇല്ലെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? ഞാനിവിടെ കുറച്ച് സമയമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോള് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് വരുന്നത് വരെ എന്റെ തലയ്ക്ക് ഒരു സമാധാനവും ഇല്ല. അതിനിടയ്ക്ക് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ? ദൈവത്തിലും പ്രാർത്ഥനയിലും പൂജയിലും ഒന്നും വിശ്വാസം ഇല്ലാന്ന് എത്ര സമാധാനമായിട്ടാ നീ പറഞ്ഞത്. നിനക്കിപ്പോ ദൈവത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. എല്ലാം നിന്റെ കാൽക്കീഴിലുണ്ടെന്നുള്ള അഹങ്കാരം കൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ മറക്കരുത്. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ വേണ്ടതെന്ന് മനസ്സിലാക്കി അതിലൊന്നും നിനക്ക് അർഹതയില്ലെങ്കിൽ പോലും ദൈവം അതെല്ലാം അറിഞ്ഞ് നിനക്ക് തന്നിട്ടില്ലേ? തലയ്ക്ക് മുകളിലുള്ള അഹങ്കാരത്തിന്റെ കൊടവിറക്കി താഴെ വെച്ചിട്ട് ദൈവകാര്യങ്ങളൊക്കെ ചിന്തിച്ച് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ച് ജീവിക്കും. ഇതെല്ലാം തന്നതിന് അതിലും വേഗം ഇതെല്ലാം തിരിച്ചെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട. അതെല്ലാം നീ ഓർത്ത് വെച്ചോ. ബോസ്, നിങ്ങൾ ഇപ്പോഴും ഇവിടെ നിൽക്കുവാണോ? കുളിയൊന്നും കഴിഞ്ഞില്ലേ? ഇവിടെയുള്ള എല്ലാവരും ഓരോരോ ബാത്റൂമിൽ കയറി അടയിരിക്കുക. വെറുതെ അവിടെ നോക്കി നിൽക്കണ്ടല്ലോ എന്ന് വെച്ചാ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ വെയിറ്റിംഗിലാടോ. അതെന്തായാലും നന്നായിരിക്കുന്നു. ഗുഡ്, കൊള്ളാം. ബോസ്, ഇനി അടുത്തേക്ക് വന്നാൽ ഞാൻ ചേട്ടനെ വിളിച്ച് ബഹളം വെക്കും. നിന്റെ ചേട്ടനും എന്നെ പോലെ തന്നെയാ. എന്റെ അനിയത്തിയെ പ്രേമിക്കുന്ന സമയത്ത് അവനും ഇതൊക്കെ ചെയ്തു കാണും. പക്ഷേ എന്റെ അനിയത്തി അവന്റെ അനിയത്തിയെ പോലെ ലവർ അടുത്തേക്ക് വരുമ്പോ ഷോ കാണിക്കാറില്ല. എന്നെ പോലെ ആരും ഉണ്ടാവില്ല. ഞാനാ, അതുകൊണ്ടാ ബഹളം ഉണ്ടാക്കുന്നേ. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതെന്താ? അനിയത്തിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ചേട്ടന് എവിടെയാണെങ്കിലും ഓടി വരേണ്ടതല്ലേ? അതൊക്കെ ശരിയാ. പക്ഷെ ഇപ്പൊ നീ വിളിച്ചു പോയിന്ന് വെച്ച് ആരും ഇങ്ങോട്ടേക്ക് വരില്ല. അതെന്താ വരാത്തെ? അതല്ലേ ഞാൻ പറഞ്ഞേ, നിന്റെ ചേട്ടനും എന്നെ പോലെ തന്നെ ഇതൊക്കെ ചെയ്തു കാണുന്ന. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നിന്റെ ചേട്ടൻ ഒരിക്കലും പറയാനേ പറ്റില്ല. അതുകൊണ്ട് നിന്റെ ചേട്ടൻ വന്നാലും ചിരിച്ചോണ്ട് പോകും, എന്നെ ഒന്നും പറയില്ല. ബോസ് ഇത്രയൊക്കെ അഹങ്കരിക്കുമ്പോ ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുന്ന എന്തിനാ? നീ അത്ര സൈലന്റ് ഒന്നുമല്ല, നന്നായിട്ട് ബഹളം വെക്കുന്നുണ്ടേ. ഓ, അങ്ങനെയാണോ? ബഹളക്കാരുമായിട്ട് എന്തിനാ കൂട്ട്? ഞാൻ ഇപ്പൊ തന്നെ പോയി തന്നേക്കാം. എന്തിനാ ചിരിക്കുന്നേ?
എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്താ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിടാൻ പോകുന്നേന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? ദൈവം നമ്മളെ ചേർത്ത് വെക്കാൻ വേണ്ടി നിന്നെ ഇടയ്ക്കിടയ്ക്ക് വിഴിപ്പിച്ച് നിന്നെ ഞാൻ തന്നെ താങ്ങി നിർത്തി നിന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി നിന്ന് നമ്മളെ ഹൃദയം തമ്മിൽ കണക്ട് ചെയ്യായിരുന്നു. എന്റെ ചെറുക്കൻ കള്ളനാ. പ്രണയം തുടങ്ങിയപ്പോ കവിതയൊക്കെ വരുന്നുണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞതൊക്കെ നോർമൽ തന്നെയാ. പക്ഷെ ഞാൻ പറയണമെന്ന് വിചാരിച്ച ആ കാര്യം അന്ന് പറഞ്ഞ പോലെ പറയാം. എന്തുപോലെ? അന്ന് പൂജയുടെ അന്ന് നീ ഉപവാസം എടുത്തപ്പോ ഞാൻ കാണിച്ചു തന്നില്ലേ? എന്ത്? നിന്റെ കൈയൊന്ന് കാണിച്ചേ. ഞാൻ എന്താണോ വിചാരിക്കുന്നത് അതിനേക്കാൾ ഒരു പടി മുമ്പിലായിരിക്കും വേദാന്ത് നിങ്ങൾ. വേദാന്ത്, വേദാന്ത്. അതെ, ഇന്ന് നമ്മുടെ വിക്കിയുടെ ആരതിയുടെയും ആദ്യത്തെ ദീപാവലിയല്ലേ? അങ്ങനെ നോക്കുമ്പോ ആചാരങ്ങളൊക്കെ നമ്മളല്ലേ ചെയ്തു കൊടുക്കേണ്ടത്. എല്ലാവരുടെ പ്ലാൻ പോലെയല്ലേ നടക്കണ്ടേ? എന്നുവെച്ചാ നമ്മൾ ആചാരങ്ങളൊക്കെ അനുസരിച്ച് നടത്താൻ പോയ ഒരുപാട് പൈസ ചെലവായില്ലേ? അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തത്. അതെന്താണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരേ ഒരു കാര്യം മാത്രമാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളോട് എങ്ങനെ പറയുമെന്ന് മാത്രം എനിക്കറിയില്ല. എന്നോട് ദേഷ്യപ്പെടരുത്. ദേഷ്യം വരാൻ എന്താ പ്രമി? അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായി, ഒരു ദിവസമെങ്കിലും ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാ ഞാൻ. എന്നോട് പറയാൻ മടിക്കേണ്ട കാര്യമുണ്ടോ? നിനക്ക് എന്താ പറയാനുള്ള വെച്ചാ പറഞ്ഞോ. എനിക്ക് ഒരു കാര്യം തോന്നിട്ട് കുറച്ചു നാളായി. അത് കേട്ടിട്ട് എനിക്ക് സ്വാർത്ഥതയാണെന്നൊന്നും തോന്നരുത്. അത് സ്വാർത്ഥതയാണോ അല്ലയോ എന്ന് നമുക്ക് രണ്ടാമത് ആലോചിക്കാം. ആദ്യം കാര്യം എന്താന്ന് പറയും. അത് പിന്നെ വിക്കിയുടെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് വേദാന്തിനെ നമ്മുടെ അമ്മുവിന് കല്യാണം ആലോചിച്ചാലോ എന്നായി ഞാൻ പറയാൻ തുടങ്ങിയത്. നോക്ക് നോക്ക്, ഇതൊക്കെ പേടിച്ചിട്ടാ ഞാൻ നിങ്ങളോട് പറയില്ല എന്ന് പറഞ്ഞത്. നീ അത് പറഞ്ഞുകൊണ്ടല്ല ഞാൻ ചിരിച്ച പ്രമി. അതുകൊണ്ടല്ലെങ്കിൽ പിന്നെന്തിനിങ്ങനെ ചിരിച്ചേ? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല പ്രവീൺ. വേദാന്തിനെ പോലൊരു പയ്യനെ മരുമകനായിട്ട് കിട്ടുന്നതിൽ ആർക്കാ ഇഷ്ടമില്ലാത്തത്? പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ കുട്ടികൾക്ക് ഭാരാകരുത്. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? എന്ന് വെച്ചാ അവരുടെ കല്യാണം ഒരിക്കലും നടക്കില്ലെന്നാണോ നിങ്ങൾ പറയുന്നേ? അങ്ങനെയല്ല, അവര് തമ്മിൽ സ്നേഹമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അവിടെ പോയി സംസാരിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? നമ്മൾ അവരുടെ മാതാപിതാക്കളല്ലേ? ഈ കാര്യം നമ്മൾ അവരോട് പോയി സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് കല്യാണം നടക്കുമ്പോ നടക്കട്ടെ എന്ന് പറയുന്നത്. സിദ്ധാർത്ഥ ആദ്യ കല്യാണം കഴിച്ചുകൊണ്ടല്ലേ ആരതിയും വിക്കിയും കല്യാണം കഴിച്ചത്. ഇനിയും ഒരേ കുടുംബത്തിലെ കല്യാണം. ഇനിയും അങ്ങനെ സംഭവിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ? അങ്ങനെ ചോദിച്ചാൽ അതും ശരിയാ. അതുകൊണ്ട് നിന്റെ ചെറിയ ആഗ്രഹം ഇനി ആരോടും പറഞ്ഞേക്കരുത്. ചേച്ചേ, ഞാൻ പോയിട്ട് ആരോട് പറയാനാന്നേ? നിങ്ങളോട് പറയാൻ ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയോ? ഇനി ഇതിനെക്കുറിച്ച് ഞാൻ ആരോട് പറയാനാ? നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ആരോട് പറയാനാ? എന്നോടുള്ള ദേഷ്യം തീർക്കുകയാണോ? എണ്ണ ഇങ്ങനെ നന്നായിട്ട് തട്ടണോന്ന് ആചാരം, അത് മറക്കരുത്.